ഹലോ! അങ്ങനെ നമ്മുടെ മാടത്തോര് മുംബൈയിൽ ആകപ്പാടെ കാര്യങ്ങൾ കൈവിട്ട് പോകുവാണ് അല്ലെ? മനുവിനാണെങ്കില് ഒരു നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ്. അലീനയെ വിളിക്കുന്നുണ്ട്. "എനിക്കൊന്ന് കാണണം. എനിക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കണം. തന്നോട് സംസാരിക്കുമ്പോ എനിക്കൊരു ആശ്വാസം കിട്ടും" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, "ആ മനുവേട്ടൻ പോര് ഈ വീട്ടിലോട്ട് വന്നാ മതി" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മനു "ഞാനിപ്പോ തന്നെ വരാം" എന്നും പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ പോകുന്നതിനിടയിൽ നമ്മുടെ വൈജയന്തിനെ കാണാൻ കേറുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, "നീ എന്താടാ പിള്ളേർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലേ? നീ മാത്രം എന്താടാ ഇങ്ങനെ തലതിരിഞ്ഞു പോയേ? നമ്മുടെ കുടുംബത്തിലുള്ള പിള്ളേരെ രക്ഷിക്കേണ്ട നമ്മുടെ കടമയല്ലേ? അവരൊരു തെറ്റ് ചെയ്തു പോയി. അതിന് നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റുമോ?" എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ മനു പറയുന്നുണ്ട്, ഈ നമ്മളെക്കാട്ടും വിഷമിക്കുന്ന ഒരു വീട്ടുകാരുണ്ട്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ. ആന്റി എന്താ അവരെ പറ്റി ചിന്തിക്കാത്തെ? അവർക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണം. ആ പെൺകുട്ടിയെ ദ്രോഹിച്ച് ഇവന്മാർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ തന്നെ കിട്ടണം എന്ന് നമ്മുടെ മനു പറയുവാട്ടോ. അപ്പൊ നമ്മുടെ വൈജയന്തിക്ക് ദേഷ്യമാകുകയെ എന്നിട്ട് പറയുന്നുണ്ട്, "നീ ഇങ്ങനത്തെ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് ആ പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കടാ" എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈജയന്തി മനുവിനെ പറഞ്ഞു വിടുന്നുണ്ടേ. ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കൃഷ്ണമോൾ മനുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, "ഇത് എവിടം വരെ പോകും മനുവേട്ടാ? ഇത് ഒരു അന്തവും കുന്തവും ഇല്ലാതെ പോകുകയാണല്ലോ." അപ്പൊ നമ്മുടെ മനു പറയുന്നുണ്ട്, "ഇത് കുറെ നാളത്തേക്ക് ഉണ്ടാവും മോളെ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ. ഇത് സോഷ്യൽ മീഡിയക്കാർ ഏറ്റെടുത്ത് തീയാക്കും, പുകയാക്കും. ഇനി അത് ഓരോ ന്യൂസ് ചാനലുകാരും ഇത് ഏറ്റെടുത്ത് വേറെ വേറെ വാർത്താ തലത്തിലേക്ക് ഇത് മാറ്റും. അതുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല" എന്ന് പറയുകയാണ്. അപ്പൊ എന്തായാലും മിക്കവാറും ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മുടെ അലീനയും മാനുവും കൂടെ സംസാരിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അവര് എന്ത് തീരുമാനമായിരിക്കും ഇനി എടുക്കാൻ പോകുന്നത്? മനുവിനെയല്ല രോഹിത്തിനെയും ഹരിനെയും രക്ഷിക്കാൻ അവര് തുനിഞ്ഞിറങ്ങുമോ? അല്ലെങ്കില് അവര്